ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്തതായിട്ട് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. സോ ഹിയർ ഇവിടെ നോക്കൂ, ഈ വി ബി എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് ഉണ്ട്. സോ ദ ഇൻപുട്ട് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ ദ ബേസ് ആൻഡ് ദ എമിറ്റർ. ഓക്കെ, ഇതാണ് എമിറ്റർ, ഇത് ബേസ്, ഇത് കളക്ടർ. സോ the V input is applied between the base and the emitter, and output is taken from the collector and emitter. So here emitter for the transistor is common to both input and output. അതുകൊണ്ട് common emitter configuration എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇതിനെ സംബന്ധിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഫാക്ടേഴ്സ് എല്ലാം പഠിക്കാനുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് പഠിച്ചാൽ മാത്രമേ നമുക്കിതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ദ ഫസ്റ്റ് വൺ ഈസ് ബേസ് കറൻറ്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. സോ അതിൻ്റെ പേരാണ് ബേസ് കറൻറ്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. അതിനെ ബീറ്റ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു എമിറ്റർ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ IB ആയിരിക്കും, ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ IC ആയിരിക്കും. അഥവാ കളക്ടർ കറണ്ട് IC, ഇൻപുട്ട് കറണ്ട് IB, ബേസ് കറണ്ട്. ഓക്കെ, സോ ദ റേഷ്യോ ഓഫ് ദ ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ടു ദാറ്റ് ഓഫ് ദ ചേഞ്ച് ഇൻ ബേസ് കറണ്ട്, അതിനെയാണ് ബേസ് കറൻറ്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. സോ യു ക്യാൻ റൈറ്റ് DC കണക്ഷൻസിൽ ബീറ്റ ഈസ് ഈക്വൽ ടു, നമുക്ക് എഴുതാൻ പറ്റും IC ബൈ IB. ഓക്കെ, DC വാല്യൂസ്. സോ ഇത് ഇഫ് DC വാല്യൂസ് ആർ കൺസിഡേർഡ്, ഇപ്പോൾ DC വാല്യൂസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ ഈക്വൽ ടു IC ബൈ AB. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ AC വാല്യൂസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. AC സർക്യൂട്ട്സുകളിലാണ് ഈ ട്രാൻസിസ്റ്റർ പല കേസുകളിൽ ഉപയോഗിക്കുന്നത്. സോ ഇൻ ദിസ് കേസ് ദിസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB. ഓക്കെ, അതിനെയാണ് ബേസ് കറൻറ്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ മിക്കവാറും എല്ലാ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ കേസിലും നമുക്ക് നോക്കി നോക്കാം. സോ ലെസ് ദാൻ, സോ ഇൻ ബേസിനകത്ത് പറഞ്ഞാൽ എപ്പോഴും ലെസ് ദാൻ 5% കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ കേസിൽ എപ്പോഴും ബീറ്റ വിൽ ബി ആൾവേസ്, മോസ്റ്റ് ഓഫ് ദ കേസസ് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 20. സോ യൂഷ്വൽ വാല്യൂസ് എങ്ങനെയെന്ന് വെച്ചാൽ യൂഷ്വലി ഇറ്റ് റേഞ്ചസ് ഫ്രം 20 to 500. ഓക്കെ, സോ ഇത് വെച്ചിട്ടപ്പോൾ നമ്മുടെ പലപ്പോഴും നമ്മളൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കൃത്യമായിട്ട് ഒരു ട്രാൻസിസ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഈ ബീറ്റയുടെ വാല്യൂ പലപ്പോഴും കണ്ടുപിടിക്കേണ്ടി വരാറുണ്ട്. അത് ചെയ്താൽ മാത്രമേ പല സർക്യൂട്ടുകളും വർക്ക് ചെയ്യുകയുള്ളൂ. സോ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് തൊട്ട് മുമ്പത്തെ കോമൺ ബേസ് കോൺഫിഗറേഷനകത്ത് നമ്മളൊരു ആൽഫ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ പഠിച്ചിരുന്നു. സോ ആൽഫ എന്ന പാരാമീറ്റർ നമ്മൾ പഠിച്ചതാണ്. Now here we learned about this parameter beta. Now we need to find out a relation between alpha and beta. So relation between alpha and beta. Okay, so relation between alpha and beta നമുക്കൊന്ന് കണ്ടുപിടിക്കാം. So for that, let's write the value of beta. Beta is equal to delta IC by delta IB. Okay, alpha is equal to delta IC by delta IE. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി നമുക്ക് എഴുതാൻ പറ്റും IE is equal to IB plus IC.
അല്ലെങ്കിൽ ഡെൽറ്റ ഐ ഇ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ബി പ്ലസ് ഡെൽറ്റ ഐ സി. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഡെൽറ്റ ഐ ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ഇ മൈനസ് ഡെൽറ്റ ഐ സി. Now substitute the value of delta IB. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ഐ ബിയുടെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഫസ്റ്റ് ഇക്വേഷന് ഡെൽറ്റ ഐ ബിയുടെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂ ഓഫ് delta IB from equation number 1. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? അപ്പോൾ ബീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി ആണ് അല്ലേ. അപ്പോൾ ഡെൽറ്റ ഐ ബിക്ക് പകരം ഡെൽറ്റ ഐ ഇ ബൈ ഡെൽറ്റ ഐ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ഇ മൈനസ് ഡെൽറ്റ ഐ സി. ഓക്കെ, ഇനി ഈ ഇക്വേഷന് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡെൽറ്റ ഐ ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ഡെൽറ്റ ഐ ഇ. ഇതിനെ ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബീറ്റ ഈസ് ഈക്വൽ ടു delta IC by delta IE all divided by 1 minus delta IC by delta IE. ഈ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ എന്ന് പറഞ്ഞാൽ ആൽഫയാണ്. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 നിന്ന് കണ്ടാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ. ഓക്കെ, സോ it means that when alpha approaches unity, beta will go to infinity. Okay, so current gain in common emitter connection is very high. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി സർക്യൂട്ടാണ് മോസ്റ്റ് ഓഫ് ദി സർക്യൂട്ട്സിലും ഈ പറയുന്ന കോമൺ എമിറ്റർ കണക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ആൻ എക്സ്പ്രഷൻ ഫോർ ദ കളക്ടർ കറന്റ്. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആൻ എക്സ്പ്രഷൻ ഫോർ collector current. Okay, just വളരെ സിമ്പിൾ ആണ്. We have IE is equal to IB plus IC and IC is equal to IC is equal to, അപ്പോൾ ഇതിന് ഇവിടെ ഞാനൊരു എക്സ്പ്രഷൻ എഴുതുകയാണ്. ആൽഫ ഐ ഇ പ്ലസ് ഐ സി ബി ഒ എന്ന് എഴുതാം. ഓക്കെ, ഈ ഐ സി ബി ഒ എന്നുള്ളതിനെ ലീക്കേജ് കറണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊരു ലീക്കേജ് കറണ്ട് എന്ന് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്, ഐ സി ബി ഒ. ഓക്കെ, അല്ലെങ്കിൽ അഥവാ ഐ ലീക്കേജ്. അതെന്താന്ന് വെച്ചാൽ ഈവൻ ഇഫ് ഐ ഇ ഈസ് ഈക്വൽ ടു 0, ഈ കാണുന്ന ഈ ഐ ഇ 0 ആയി കഴിഞ്ഞാൽ ഒരു ചെറിയ കളക്ടർ കറണ്ട് കാണും. ദിസ് ഈസ് ഡ്യൂ ടു സം മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ്. മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കാരണം ഉണ്ടാകുന്ന കാരണമാണ്. അതിനെ ഐ സി ബി ഒ എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, സോ ഇത് എന്നാണ് കളക്ടർ കറണ്ട് വെൻ ബേസ് ഈസ് ഓപ്പൺ എന്നാണ് പറയുന്നത്. സോ ദിസ് ഇസ് ദ കളക്ടർ കറണ്ട് വെൻ ബേസ് ഈസ് ഓപ്പൺ, ഐ സി ബി ഒ. ഓക്കെ, നൗ ഇവിടെ ഐക്ക് പകരം ഐ ബി പ്ലസ് ഐ സി എന്ന് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
So this is equal to alpha into IB plus IC plus ICBO. അപ്പോൾ ഇവിടെ ഐ സി ഒരു സൈഡിലേക്ക് എടുക്കാം. ദാറ്റ് മീൻസ് ഐ സി ഇൻറ്റു 1 മൈനസ് ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ ഐ ബി പ്ലസ് ഐ സി ബി ഒ. ഈ 1 മൈനസ് ആൽഫ നേരെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഐ സി ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ പ്ലസ് ഇൻറ്റു IB, I think I'll just correct it again, into IB and down to y into IB plus 1 minus 1 divided by 1 minus alpha into ICBO. Okay. ഇതില് ഇവിടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് 1 by 1 minus alpha into ICBO. ഇതിനെ ഞാൻ ICEO എന്ന് പറയും. ഓക്കെ, അതായത് ലീക്കേജ് കറണ്ട് ഇൻ ദ കേസ് ഓഫ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. സോ IC ഈസ് ഈക്വൽ ടു ഈ ആൽഫ ബൈ 1 മൈനസ് ആൽഫ എന്താണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, ബീറ്റ അല്ലേ. അതായത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഇവിടെ കണ്ടുപിടിച്ചു ആൽഫ ബൈ 1 മൈനസ് ആൽഫ ഈക്വൽ ടു ബീറ്റ. ആ എക്സ്പ്രഷൻ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു ബീറ്റ IB plus ICEO, where beta is equal to alpha by 1 minus alpha, ICEO is equal to ICBO by 1 minus. Okay, so that is the expression for collector current. ഓക്കെ, ഇനിയുള്ളത് 2-3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമൺ എമിറ്റർ കണക്ഷൻ. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സോ യു നീഡ് ടു സ്റ്റഡി അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഇൻപുട്ട് അത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, ഔട്ട്പുട്ടിനകത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഈ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഇതിന് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സോ ഈ ബേസ് ഇത് കണ്ടോ, ഇവിടെ അങ്ങനെ അത് കാണില്ലേ. സോ 1 വോൾട്ട്, അതുപോലെ ഇതാ ഇവിടെ അങ്ങനെ ഈ ചേഞ്ച് ചെയ്യുന്നത് ഇത് കണ്ടോ, ഇവിടെ അങ്ങനെ 0.2 0.4 ഏകദേശം 0.7 ആകുമ്പോൾ നേരെ അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോകും നമ്മുടെ ഫോർവേഡ് ബയാസിങ് കറക്റ്റ്. പക്ഷേ അത് ഓരോ ഇതിനും ഓരോ കേസിനും VCE 1 വോൾട്ടിനും 10 വോൾട്ടിനും 20 വോൾട്ടിനും വെവ്വേറെ ടൈപ്പ് കർവുകളായിരിക്കും എന്ന് മാത്രം. സോ ദിസ് ഇസ് ദ ബേസ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, നൗ okay, I think I just showed you this. Output characteristics എന്ന് പറഞ്ഞാൽ, സോ ഓരോന്ന് എന്താണെന്ന് പറയാം. അത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് എ കർവ് ബിറ്റ്വീൻ ദ ബേസ് കറണ്ട് IB ആൻഡ് ബേസ് എമിറ്റർ വോൾട്ടേജ് VBE. അതാണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലുള്ള ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സോ ഇത് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അറ്റ് കോൺസ്റ്റൻറ്റ് VCEയിലായിരിക്കും. അതായത് VCE അത് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് VBE വേഴ്സസ് IB. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇതല്ല നമ്മുടെ ബേസ് VBE വേഴ്സസ് IB ഉണ്ടോ. ഇതാണ് VBE, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വോൾട്ടേജ് വേഴ്സസ് IBയിലേക്കുള്ള കറണ്ട്. അതാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അറ്റ് കോൺസ്റ്റൻറ്റ് VCE. ഈ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട്. ഓക്കെ, നൗ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. ഇറ്റ് ഈസ് എ കർവ് ബിറ്റ്വീൻ IC ആൻഡ് VCE at constant IB. IC ആൻഡ് VCE ഇതാ ഇത്രയും വോൾട്ടേജ് അറ്റ് കോൺസ്റ്റന്റ് IB. അതാണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്.
അപ്പോൾ ഈ ഓരോ കർവുകൾ, ഇപ്പോൾ ഈ കർവുകൾ എങ്ങനെ വരുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നോക്കുക തന്നെ വേണം. അത് കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് കണ്ടോ, ഓരോ കേസുകളിൽ IB = 0 മൈക്രോ ആംപിയറിന് ഈ കർവ് ഇതാ ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇനി ഇതിന് താഴെയുള്ള ഇത് ഇവിടെ റീജിയനാണ് കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. അത് വളരെ കുറഞ്ഞ വരുന്നത്, 0 അടുത്ത 10 മൈക്രോ ആംപിയർ, 20 മൈക്രോ ആംപിയർ, 30 മൈക്രോ ആംപിയർ ഉണ്ടോ. ഇതിങ്ങനെ ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ടല്ലേ, ഇങ്ങനെ പോകും. ഓക്കെ, അതാണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ അപ്പോൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആദ്യം ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പ്രോപ്പർട്ടീസ് പറയാം. ദ ക്യാരക്ടറിസ്റ്റിക് റിസംബിൾസ് ദാറ്റ് ഓഫ് എ ഫോർവേഡ് ബയാസ്ഡ് ഡയോഡ് കർവ്. ഓക്കെ, കാരണം എന്താണ്, ബേസ് എമിറ്റർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഇനി സോ ഇൻപുട്ട് റെസിസ്റ്റൻസ് Ri is equal to delta VBE divided by delta IB at constant VCE. അതാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ്. ദിസ് ഈസ് ആൾമോസ്റ്റ് ലൈക്ക് എ ഫ്യൂ 100 ohms. ഈ വാല്യൂസ് ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുന്നത് നന്നായിരിക്കും, നിങ്ങൾക്ക് പല സമയത്തും ആവശ്യം വരാറുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ജസ്റ്റ് നോക്കി നോക്കാം. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ കളക്ടർ കറണ്ട് IC. ഓക്കെ, സോ കളക്ടർ കറണ്ട് IC വാരീസ് വിത്ത് VCE ഫോർ ബിറ്റ്വീൻ 0 volt ആൻഡ് 1 volt ഓൺലി. ഉണ്ടോ, ഈ ഒരു വാരിയേഷൻ പറഞ്ഞത് ഈ ഒരു റീജിയനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാലോ ഇത് നേരെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോകുന്നതാണ്. ഇതിങ്ങനെ പോകുന്നതാണ്. ഓക്കെ, സോ ഇതാണ് കളക്ടർ ക്യാരക്ടർ. സോ കളക്ടർ ക്യാരക്ടർ ഇത് വളരെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ കാണാം. പിടി കിട്ടിയില്ലേ? ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കി നോക്കും, ഇത് വളരെ ഷാർപ്പായിട്ട് ഇങ്ങനെ പോകുന്നതാണല്ലേ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇത് വളരെ ഷാർപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഡെൽറ്റ VBC/IB എന്ന് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എന്താ പറയുക, ഒരു ഫ്യൂ 100 ohms ഇത് കിട്ടും. സോ IB എന്താണെന്ന് വെച്ചാൽ അത്ര പറയുന്ന ഇത്രയേ ഉള്ളൂ. മറ്റേ കോൺ ബേസിലാണെന്ന് വെച്ചാൽ ഇത്രയും സ്പീഡ് ഇതിനകത്തല്ല പോകുന്നത്, ലെസ് റാപ്പിഡ് ആയിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പ്രത്യേകത. പക്ഷെ ഔട്ട്പുട്ടിൽ അങ്ങനെയല്ല. ഔട്ട്പുട്ടിൽ എങ്ങനെയാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആൾമോസ്റ്റ് ഇതിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോവാണ് അല്ലേ. ഇവിടെ വെച്ചത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ എത്തുമ്പോഴോ അതിങ്ങനെ കുറേശ്ശെ മാറി വരും. ഓക്കെ, സോ ഈ 0 to 1 volt ഇടയ്ക്ക് മാത്രമാണ് ഏകദേശം ഇത് ചേഞ്ച് ചെയ്യുന്നത്. ആഫ്റ്റർ ദിസ് ദ കളക്ടർ കറണ്ട് ബിക്കം ആൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് VCE. ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുമെങ്കിലും ചെറിയൊരു വേരിയേഷൻ നമുക്ക് ഇവിടെ കാണാനുണ്ട്. ഓക്കെ, സോ ഈ ഒരു വോൾട്ടേജ്, ദ വാല്യൂ ഓഫ് VCE അപ് ടു വിച്ച് ദ കളക്ടർ കറണ്ട് IC ചേഞ്ചസ് വിത്ത് VCE, ദാറ്റ് ഈസ് നോൺ ആസ് ദ നീ വോൾട്ടേജ്. ആ നീ വോൾട്ടേജ് പലപ്പോഴും കാണാറുണ്ട്. നൗ ദ ട്രാൻസിസ്റ്റേഴ്സ് ആർ ആൾവേസ് ഓപ്പറേറ്റഡ് ഇൻ ദ റീജിയൻ എബവ് ദ നീ വോൾട്ടേജ്. ഈ നീ വോൾട്ടേജ് എത്രയെന്ന് കണ്ടിട്ട് അതിനെ അപ്പുറമാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. എബവ് ദ നീ വോൾട്ടേജ് IC ഈസ് ആൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ്. ചെറിയൊരു ഇൻക്രീസ് ഉണ്ടോ, വളരെ ചെറിയൊരു ഇൻക്രീസ് ഇങ്ങനെ കാണാനുണ്ട്. ഓക്കെ, ഇവിടെ എങ്ങനെ കാണുന്ന ഉണ്ടോ, ഷാർപ്പായിട്ടുള്ള ഇൻക്രീസ് ആണ്. അപ്പോൾ ഇതൊരു കോമൺ ബേസ് ക്യാരക്ടറിസ്റ്റിക്സും കൂടി ഞാനൊന്ന് കാണിച്ചു തന്നാലാണ് അത് ശരിക്കും മനസ്സിലാവുള്ളൂ. ഈ കോമൺ ബേസിൽ ഇവിടെ കാണുന്നുണ്ടോ, ഇത്രയും ഷാർപ്പായിട്ടുള്ള ഈ ഒരു ഇൻക്രീസ് കോമൺ ബേസിൻ്റെ കേസിലുണ്ടാകുന്ന അത്രയും ഒരു ഇൻക്രീസ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ കേസിൽ ഈ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ നമുക്ക് വരുന്നില്ല. സോ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കോമൺ ബേസ് അറേഞ്ച്മെൻറ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ IB increases less rapidly with VBE. So the input resistance of the CE circuit is higher than that of the CB circuit. Now അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളിപ്പോൾ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇടയിൽ നമ്മൾ ഇൻപുട്ടിലേക്ക് നമ്മൾ കമ്പയർ ചെയ്തു. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ വേറൊരു കാര്യമുള്ളത്,
എബവ് ദ നീ വോൾട്ടേജ് ഐ സി ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ്. പക്ഷേ ഒരു ചെറിയ ചേഞ്ച് കാണാറുണ്ട്. ഓക്കെ, അത് എന്താണെന്ന് വെച്ചാൽ ഈ ഡിപ്ലീഷൻ ലെയർ കുറച്ച് ചെറുതായിട്ടൊന്ന് വൈഡർ ആവുന്നതും കുറച്ചും കൂടി കാരിയേഴ്സിനെ വെക്കുന്നതാണ്. നൗ ഫോർ എനി വാല്യൂ ഓഫ് വി സി എബവ് ദ നീ വോൾട്ടേജ് ദ കളക്ടർ കറണ്ട് ഐ സി ഈസ് അപ്രോക്സിമേറ്റ്ലി ബീറ്റ ടൈംസ് ഐ ബി. നൗ ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഔട്ട്പുട്ട് resistance. So output resistance RO is equal to delta VCE divided by delta IC at constant IB. Okay, ഇത്രയും ഭാഗം ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനകത്തൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഈ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും മാത്രമാണ്. ഞാനതൊന്നും കൂടി റിവൈസ് ചെയ്ത് പറയാം. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പ്രോപ്പർട്ടി. ദ ക്യാരക്ടറിസ്റ്റിക് ദിസ് റിസംബിൾസ് ആൾമോസ്റ്റ് ദാറ്റ് ഓഫ് ദ ഫോർവേഡ് ബയാസ് ഡയോഡ്. This is because the emitter junction of the transistor is something like a diode and it behaves like a diode. Now as compared to the CB, the common base arrangement, IB increases less rapidly with VBE. Therefore, input resistance of CE circuit is higher than that of the CB circuit. Now the input resistance is given by Ri is equal to delta VBE by delta IB at constant VCE. അതുപോലെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു RO ഇസ് ഈക്വൽ ടു ഡെൽറ്റ VCE ബൈ ഡെൽറ്റ IC അറ്റ് കോൺസ്റ്റന്റ് IB. ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൻ്റെ കേസിൽ ഇതിവിടെ ആദ്യം ഇനീഷ്യൽ പാർട്ടിൽ കുറച്ച് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ വരും. അത് കഴിഞ്ഞാൽ ഇത് ആൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് പോകും. അപ്പോൾ ഈ ഒരു ഇൻക്രീസ് ചെയ്യുന്ന ഭാഗത്തിന് അത് ഒരു വാല്യൂ ഉണ്ട്. അതിനാണ് നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. ദ ട്രാൻസിസ്റ്റർ വിൽ ആൾവേസ് ഓപ്പറേറ്റ് അറ്റ് എ വോൾട്ടേജ് എബവ് ദ നീ വോൾട്ടേജ്. ഇവിടെ അത് ഈ വോൾട്ടേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ കറണ്ട് ഈസ് ആൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ്. പക്ഷേ ഒരു ചെറിയ ഇൻക്രീസ് വരുന്നുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ ഈ ഡിപ്ലീഷൻ ലെയർ ചെറുതായിട്ട് വലുതാവുന്നതും അവിടെ കുറച്ചധികം മെജോറിറ്റി കാരിയേഴ്സിനെ ക്യാച്ച് ചെയ്യുന്നതും കൊണ്ടും മാത്രമാണ്. നൗ അബവ് ദ ന്യൂ വോൾട്ടേജ് ദ IC ഈസ് ഈക്വൽ ടു ബീറ്റ ടൈംസ് IB. ഓക്കെ, ഇത്രയാണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ടും പറയാനുള്ളത്. ഇതിനകത്ത് എല്ലാവരും ഒന്ന് നോക്കി വരിക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ഒരു ലൈവ് ക്ലാസ് വന്നിട്ട് അത് ക്ലിയർ ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു.